നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. LDFിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേര് നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ജോസ് കെ മാണി MP പ്രസംഗിച്ചതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പണിമുടക്ക് ദിവസം CPM ഏരിയ സെക്രട്ടറിയുടെ കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ്. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് പണിമുടക്ക് ദിവസമായ ഇന്ന് ടാറിംഗ് ജോലികൾ തകൃതിയായി നടന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ന് അരനൂറ്റാണ്ട്. മനുഷ്യശക്തി കൊണ്ട് മഹാവിസ്മയം പകരുന്ന ഇത്തരത്തിലുള്ള നിർമ്മിതി അപൂർവമാണ്. SIR നടപ്പാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും സമ്മേളനവും നടത്തി. NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് തൊടുപുഴയിൽ പൂർണ്ണം. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTCയും സ്വകാര്യ ബസ്സും സർവീസ് നടത്തിയില്ല. പണിമുടക്കിനോടനുബന്ധിച്ച് ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കത്തോട് അനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രകടനം ഇതുവഴി കടന്നു വരികയാണ്. പ്രകടനം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുമ്പോൾ തുടർന്ന് നടന്ന സമ്മേളനം NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലാളിയും നിർബന്ധമായി അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തോടു കൂടി ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തി പണിമുടക്കിയേക്കാം എന്ന താല്പര്യത്തോടു കൂടിയല്ല ഈ പണിമുടക്കുന്നത്. മറിച്ച് അവനവന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മാന്യമായി ജീവിക്കാൻ വേണ്ടി, അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇത്തരം പണിമുടക്കിലേക്ക്, ഏറ്റവും അവസാനമായുധമായ പണിമുടക്കിലേക്ക് എത്തിച്ചേരാൻ തൊഴിലാളികൾ നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസം 9-ാം തീയതി ഇത്തരമൊരു ദേശീയ പണിമുടക്ക് ഏറ്റവും അവസാനം നടന്ന പങ്കാളികളായിരുന്നു. അധികം താമസിയാതെ തന്നെ ഇത്തരം വീണ്ടും ഒരു ദേശീയ പണിമുടക്കിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ നവംബർ മാസം 21-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ ലേബർ കോഡ് നിയമം, അതോടൊപ്പം തന്നെ വൈദ്യുത സഹായവൽക്കരണ നിയമം, ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയാകെ, പ്രത്യേകിച്ച് തൊഴിലാളികളെയാകെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അതോടൊപ്പം തന്നെ ഒട്ടേറെ സംസ്ഥാന ട്രേഡ് യൂണിയനുകളെല്ലാം ഇത്തരമൊരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. നേതാക്കളായ PP ജോയി, TB സുബൈർ, TR സോമൻ, ബാബു മഞ്ഞള്ളൂർ, KM ബാബു, KV ജോയ്, മുഹമ്മദ് അഫ്സൽ, PG രാജീവ്, സനിൽ ബാബു, VK ജിൻസ്, VK രാജീവ്, KI സലീം, PB സിയാദ്, CK ലതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDFിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേര് നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ജോസ് കെ മാണി MP പ്രസംഗിച്ചതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു.
പട്ടയഭൂമിയിൽ ക്രമവൽക്കരണത്തിന് വൻ തുക ഫീസ് ഏർപ്പെടുത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിനെ വെള്ളപൂശുന്നതിനായി ഒന്നിനു പുറകെ ഒന്നായി 100 കള്ളം പറഞ്ഞാണ് ജോസ് കെ മാണി യാത്ര നയിക്കുന്നത്. UDF സർക്കാർ ജനവാസ മേഖലകളിൽ ബഫർ സോൺ നിശ്ചയിച്ചു എന്ന തരത്തിൽ കളവ് പ്രചരിപ്പിക്കാനാണ് ജാഥയിൽ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ബഫർ സോണുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഏറെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ബഫർ സോണുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കൂടുതൽ വനമേഖലകൾ, ജനവാസ കേന്ദ്രങ്ങളിൽ വനങ്ങളായി, റിസർവ് ഫോറസ്റ്റുകളായി അവിടെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാർഷിക മേഖലയിൽ ദ്രോഹിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ വനപ്രദേശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെയെല്ലാം റിസർവ് ഫോറസ്റ്റുകളായി വിജ്ഞാപനം പുറപ്പെടുവിച്ച് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ബഫർ സോണുമായി ബന്ധപ്പെട്ട് 1 കിലോമീറ്റർ ഭാഗം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. 2019 അതായത് മുൻ UDF ഗവൺമെൻറ് 0 ബഫർ സോണാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്ന കരട് പ്രപ്പോസലുകളെല്ലാം മരവിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി ലാപ്സായി കിടന്നിരുന്ന ഒരു സമയത്ത് വീണ്ടും പുതിയ പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് നിർബന്ധിതരായി. അങ്ങനെ പുതിയ പ്രപ്പോസൽ കൊടുത്തപ്പോൾ 2019 ഡിസംബർ മാസം 16-ാം തീയതി ആ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് എന്താണ്? ഈ ഗവൺമെൻറ് 1 കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണാക്കി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലാകെ ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു ബഫർ സോൺ എന്ന് പറയുന്നത് മതികെട്ടാൻ ചോല മാത്രമാണ്. നമ്മുടെ പൂപ്പാറ ടൗണും ശാന്തപ്പാറ പഞ്ചായത്തിൻ്റെ നല്ലൊരു ഭാഗം ജനവാസ കേന്ദ്രങ്ങളും ഇവിടെ ഫൈനൽ നോട്ടിഫിക്കേഷനിലൂടെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഏരിയയാണ്. അതിന് കാരണം ആരാണ്? അപ്പോൾ ഉടുമ്പൻചോലയിൽ നിന്ന് ജോസ് കെ മാണി പ്രസംഗിക്കുകയാണ് ബഫർ സോണിൽ നിന്നും ഇടതുപക്ഷ ഗവൺമെൻറ് വിമോചിപ്പിച്ചുവെന്ന്. യഥാർത്ഥത്തിൽ ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് പൂപ്പാറ ഉൾപ്പെടെ ശാന്തമ്പാറ പഞ്ചായത്തിൻ്റെ നല്ലൊരു ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ബഫർ സോണിൽ ഉൾപ്പെടുത്തിയത് ഈ ഗവൺമെൻറ്റാണ്. കേന്ദ്ര സർക്കാരിന് മുന്നാകെ സംസ്ഥാന ഗവൺമെൻറ് എന്ത് പ്രപ്പോസൽ സമർപ്പിച്ചാലും അവർ സ്വീകരിക്കും. അപ്പോൾ 1 കിലോമീറ്റർ ഭാഗം ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ ഉൾക്കൊള്ളിക്കണമെന്ന് നയപരമായി തീരുമാനമെടുത്തത് ഈ സർക്കാരാണ്. അത് 2018 പ്രളയത്തെ ചുറ്റിപ്പറ്റിയാണ് അങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബഫർ സോണാക്കി തീരുമാനിക്കണം എന്ന തരത്തിൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയത്. ആ ഓർഡറിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇവർ പഴി പറയുന്നത് മുൻ UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ് ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണാക്കി നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവിനെയും മറ്റ് UDFൻ്റെ മുൻ MLA-മാരെയും ഒക്കെ കുറ്റപ്പെടുത്തിയവർ സംസാരിക്കുമ്പോൾ ഒരു തീരുമാനവും UDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണതോതിൽ ഒഴിവാക്കിക്കൊണ്ട് ബഫർ സോൺ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ കാലഘട്ടത്തിലെ നയം. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിനു ശേഷം 1-ാം പിണറായി ഗവൺമെൻറ് ജനവാസ കേന്ദ്രങ്ങളെ 1 കിലോമീറ്റർ ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഫർ സോൺ നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അത് പ്രളയത്തിൻ്റെ പേരിലാണ്, പ്രകൃതിക്ഷോഭത്തിൻ്റെ പേരിലാണ് എന്ന് പഴിചാരി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ പേരിൽ കേന്ദ്രത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചു. കേന്ദ്രം അത് അന്തിമ വിജ്ഞാപനമാക്കി പുറത്തിറക്കി. ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ ഇളവ് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇളവ് ലഭിച്ചിട്ടും എന്ന് വെച്ചാൽ ഈ പ്രപ്പോസൽ മാറ്റിക്കൊടുക്കാൻ ആവശ്യത്തിലധികം സമയം ഈ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച മതികെട്ടാൻ ചോലയിൽ അതും ഉണ്ടായില്ല. അപ്പോൾ ഉടുമ്പൻചോലയിൽ നിന്ന് ഈ പറയപ്പെടുന്ന ജോസ് കെ മാണി പ്രസംഗിക്കുമ്പോൾ അവിടെയാണ് കേരളത്തിലാകെ ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിൻ്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയണമായിരുന്നു. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഈ വിധത്തിൽ പ്രസ്താവനകൾ ഇറക്കി പ്രസംഗങ്ങൾ നടത്തി കടന്നുപോയ യഥാർത്ഥത്തിലുള്ള ഒരു ജനവിരുദ്ധ യാത്രയായിരുന്നു ഇടതുപക്ഷ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. പണിമുടക്ക് ദിവസം CPM ഏരിയ സെക്രട്ടറിയുടെ കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ്. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് പണിമുടക്ക് ദിവസമായ ഇന്ന് ടാറിംഗ് ജോലികൾ തകൃതിയായി നടന്നത്. തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിലാണ് CPM കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ മുൻവശത്താണ് പണിമുടക്ക് ദിവസമായ ഇന്ന് രാവിലെ മുതൽ ടാറിംഗ് ജോലികൾ നടന്നത്. ടാറിംഗ് ജോലികൾ നടത്തിയത് നിയമവിരുദ്ധമായ കാര്യമല്ലെങ്കിലും പണിമുടക്ക് ദിവസമായ ഇന്ന് തന്നെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പണികൾ നടത്തിയതാണ് വിവാദത്തിലായിരിക്കുന്നത്. പണിമുടക്ക് ദിനത്തിൽ രാവിലെ മുതൽ പലയിടത്തും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും വഴിതടയലും നടക്കുമ്പോഴാണ് തൊഴിലാളി സംഘടനാ നേതാവ് തന്നെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത്. നാട്ടിലെ കടകളെല്ലാം അടപ്പിക്കുവാൻ തൊഴിലാളി സംഘടനകൾ നേതൃത്വം കൊടുക്കുമ്പോഴാണ് പാർട്ടി ഏരിയ സെക്രട്ടറി സ്വന്തം കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ് നടത്തിയിരിക്കുന്നത്. പണിമുടക്കിന് നേതൃത്വം കൊടുത്തവർ തന്നെ പണി നടത്തുന്നതിലുള്ള അമർഷവും അണികൾക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ.
ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്ക് ഇന്ന് അരനൂറ്റാണ്ട്. മനുഷ്യശക്തി കൊണ്ട് മഹാവിസ്മയം പകരുന്ന ഇത്തരത്തിലൊരു നിർമ്മിതി അപൂർവമാണ്. കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കാർഷിക വ്യവസായ മേഖലകളെ പുരോഗതിയിലേക്കും നയിച്ചതിൽ സുപ്രധാന പങ്കുവഹിച്ചത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കനേഡിയൻ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഇടുക്കി പദ്ധതിയുടെ വൈദ്യുതോൽപാദന നിലയം മൂലമറ്റത്താണ്. പാറ തുറന്നുണ്ടാക്കിയ ഈ ഭൂഗർഭ നിലയം മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. ഊർജത്തിന്റെ ഉറവിടം അഥവാ തറവാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. മനുഷ്യശക്തി കൊണ്ട് മഹാവിസ്മയം പകരുന്ന ഇത്തരത്തിലൊരു നിർമ്മിതി അപൂർവമാണ്. കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കാർഷിക വ്യവസായ മേഖലകളെ പുരോഗതിയിലേക്കും നയിച്ചതിൽ സുപ്രധാന പങ്കുവഹിച്ചത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അക്കാലത്ത് തിരുവനന്തപുരത്ത് മാത്രമാണ് ഡീസൽ ഇന്ധനമാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 1940കളിൽ രാജപ്രതിനിധിയായിരുന്ന സർ CP രാമസ്വാമി ബ്രിട്ടീഷ് കോളനിയായിരുന്ന മൂന്നാർ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വേണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന സാങ്കേതിക വിദ്യ കേട്ടറിഞ്ഞത്. സർ CP രാജാവിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. ഇതേ തുടർന്നാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തന സജ്ജമായത്. 1922 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ മൃഗവേട്ടയ്ക്കായി ഇടുക്കിയുടെ ഹരിതമനോഹര നിബിഡ വനത്തിലെത്തിയിരുന്നു. ജോണിന് തുണയായത് കരുവെള്ളയൻ ചെമ്പൻ കൊലുമ്പൻ എന്ന ആദിവാസി ഗോത്രമൂപ്പനായിരുന്നു. ഒരു ദിവസം കൊലുമ്പൻ മാനം മുട്ടി നിൽക്കുന്ന 2 കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിലൂടെ പാൽപ്പത കണക്കെ കുതിച്ചൊഴുകുന്ന ദൃശ്യം ജോണിന് കാട്ടിക്കൊടുത്തു. അവിടെ നിന്നാണ് ഇടുക്കി പദ്ധതിക്ക് തുടക്കമാകുന്നത്. ജോൺ നൽകിയ റിപ്പോർട്ടുകൾ പലതവണ തിരുവിതാംകൂർ രാജഭരണം തള്ളിക്കളഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം EMS മുഖ്യമന്ത്രിയായ CPI മന്ത്രിസഭയാണ് പിന്നീട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടിയെടുത്തത്. 1969 ഏപ്രിൽ 30 ശിലപാകി. 7 വർഷം കൊണ്ട് കനേഡിയൻ കമ്പനിയുമായി ചേർന്ന് നിർമ്മിച്ച പദ്ധതി 1976 ഫെബ്രുവരി 12 നാടിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ട്, ഉയരം കൊണ്ട് രാജ്യത്തെ 2ാമത്തേത്, ലോകരാജ്യങ്ങളിൽ 36ാമത്തേത് തുടങ്ങി ബഹുമതികളെല്ലാം ഈ മനുഷ്യനിർമ്മിത മഹാത്ഭുതത്തെ തേടിയെത്തി എന്നത് നിസ്സാര കാര്യമല്ല. നിലവിൽ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ 4/3 ഇടുക്കി പദ്ധതിയുടെ സംഭാവനയാണ്. കരുവെള്ളയൻ കൊലുമ്പൻ കാട്ടിക്കൊടുത്ത 2 കരിമ്പാറക്കെട്ടുകളാണ് കുറവൻ കുറത്തിമലകൾ. 839 മീറ്ററാണ് കുറവൻ മലയുടെ ഉയരം. 925 മീറ്ററാണ് കുറത്തിമലയുടെ ഉയരം. ഈ കരിമ്പാറക്കെട്ടുകളെ കൂട്ടിയിണക്കി നിർമ്മിച്ച അണക്കെട്ടിന്റെ ഉയരം 555 മീറ്ററാണ്. ആദ്യഘട്ട നിർമ്മാണത്തിന് ചെലവായത് വെറും 110 കോടി. കനേഡിയൻ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഇടുക്കി പദ്ധതിയുടെ വൈദ്യുതോൽപാദന നിലയം മൂലമറ്റത്താണ്. പാറ തുറന്നുണ്ടാക്കിയ ഈ ഭൂഗർഭ നിലയം മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. ഇടുക്കി പദ്ധതിയുടെ പരമാവധി ഉൽപാദന ശേഷി നിലവിൽ 780 മെഗാവാട്ടാണ്. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇത് 2000 മെഗാവാട്ടാക്കി ഉയർത്തുവാനുള്ള നീക്കമാണ് LDF സർക്കാരും KSEBയും നടത്തുന്നത്. ഇത് പ്രാവർത്തികമാക്കുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതിയായി ഇടുക്കി മാറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ബാർ അസോസിയേഷന്റെ പ്രസിഡൻഷ്യൽ പാർട്ടി പ്രോഗ്രാം തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ജില്ലാ ജഡ്ജി PS ശശികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB ജോസഫ് അധ്യക്ഷത വഹിച്ചു. സീനിയർ മെമ്പർമാരായ അഡ്വക്കേറ്റ് KT തോമസ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ ബാർ അസോസിയേഷന്റെ പ്രസിഡൻഷ്യൽ പാർട്ടി പ്രോഗ്രാം തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ജില്ലാ ജഡ്ജി PS ശശികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നല്ല വനിതാ അഭിഭാഷകർ കൂട്ടമുണ്ടാകണം. വിവാഹം കഴിക്കുന്നവരെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അഭിഭാഷക വൃത്തിയെ വനിതാ അഭിഭാഷകരെ കാണുന്നുണ്ട്. അതും മാറ്റണം. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എൻ്റെ കോടതി മുതൽ എല്ലാ കോടതികളിലും ജൂനിയർമാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് വിഭിന്നമായി ആരും നിൽക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ആ ഒരു സജഷൻ കൂടി നിങ്ങൾ ഇന്ന് വേണമെന്നില്ല, അടുത്ത കുറേ വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ചെയ്താലും മതി. ഈ ഒത്തുചേരലും തുടർന്നുള്ള വിരുന്നും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ലൊരു ഈവനിങ് നല്ല രീതിയിൽ കലാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB ജോസഫ് അധ്യക്ഷത വഹിച്ചു. സീനിയർ മെമ്പർമാരായ അഡ്വക്കേറ്റ് KT തോമസ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, DGP അഡ്വക്കേറ്റ് സനീഷ് സദാശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ കോടതി ജഡ്ജി ജോഷി ജോണിനെ ആദരിച്ചു. അഡ്വക്കേറ്റ് MM തോമസ് മെമ്മോറിയൽ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജോസഫ് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് രവീന പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. SIR നടപ്പാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവികുളം സബ് കളക്ടർ VM ആര്യ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, മൂന്നാർ DYSP S ചന്ദ്രകുമാർ, ദേവികുളം തഹസിൽദാർ G അജേഷ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K അഭിലാഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KG മുരളി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിലെ SIR നടപ്പാക്കുന്ന ഭാഗമായിട്ട് നമ്മൾ നല്ല പുരോഗതിയാണ് കേരളത്തിലെ മൊത്തം സ്ഥലത്ത് നമ്മൾ നേരിടാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻ സമയത്തും പിന്നെ ഹിയറിംഗിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഹിയറിംഗിൻ്റെ എല്ലാ കേസസ് ഡിസ്പോസൽ ആയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 62 LACCയിൽ ഓൾറെഡി ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടമലക്കുടി ദേവികുളം LACയിലും ഹിയറിംഗ് അവർ 100% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാരോടും ഇവിടുത്തെ വോട്ടർമാരോടും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലെ ഹിയറിംഗിൻ്റെ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും നല്ല വിധത്തിൽ ദേവികുളത്തും ഈ ഹിയറിംഗ്, ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പിന്നെ കൃത്യമായിട്ട് നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലെ ഇവിടുത്തെ വോട്ടർമാരുടെ നല്ല വിധം ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഭാഗത്തിന് നല്ലവിധ ഒരു സഹായം സഹകരണം നമ്മുടെ ഇലക്ഷൻ ടീമിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈനലായിട്ടുള്ള വോട്ടർ പട്ടിക 21 ഫെബ്രുവരി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം സഹകരണം ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസേഴ്സോടും അതുപോലെ തന്നെ EROമാരോടും അവർ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. പിന്നെ കേരളത്തിലെ എല്ലാവരുടെ സഹായത്തോടു കൂടി വളരെ നല്ല വിധത്തിൽ SIR നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വോട്ടർ പട്ടിക വന്ന ശേഷം ജനങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് വോട്ടർമാർ പേര് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് ഒരു ബൂത്ത് ഷിഫ്റ്റിംഗ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അവർ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനോട് ബന്ധപ്പെടുവാണെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഫെബ്രുവരി 14 SIR നടപടികൾ തീർക്കാനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 2 ദിവസം മുൻപേ പൂർത്തീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വോട്ടർമാർക്ക് BLOമാരെയോ EROമാരെയോ സമീപിക്കാം. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയുടെ തലേദിവസം വരെ പേര് ഉൾപ്പെടുത്താൻ കഴിയും. വോട്ടർമാരും BLOമാരും രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ വിഭാഗത്തിന് നല്ല പിന്തുണയാണ് നൽകിയതെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിലെ ക്രമീകരണങ്ങളും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി. തുടർന്ന് ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മൂന്നാർ ഗവൺമെന്റ് VHSSും TTIയും അദ്ദേഹം സന്ദർശിച്ചു. ദേവികുളം സബ് കളക്ടർ ആര്യ VM, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, മൂന്നാർ DYSP S ചന്ദ്രകുമാർ, ദേവികുളം തഹസിൽദാർ G അജേഷ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K അഭിലാഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുരളി KG എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 8 മുതൽ കാവടി നിറയ്ക്കൽ ചടങ്ങും കാവടി പൂജയും നടക്കും. 9 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടികൾ പുറപ്പെടും. 15 രാവിലെ 8:30 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര ആരംഭിക്കും. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 15 ശിവരാത്രി നാളിൽ വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാറിന് 6ാമത് ശിവകീർത്തി പുരസ്കാരം സമർപ്പിക്കും.
പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ജിയെ ചടങ്ങിൽ ആദരിക്കും. ആചാരപരമായ ചടങ്ങുകളോടെയും വിവിധ കലാപരിപാടികളോടെയുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ബലിതർപ്പണത്തിനായി പ്രത്യേകം സൗകര്യങ്ങളും ക്ഷേത്രക്കടവിൽ ഒരുക്കിയിട്ടുണ്ട്. 14-ന് വൈകിട്ട് 8 മണി മുതൽ കാവടി നിറയ്ക്കൽ ചടങ്ങും കാവടി പൂജയും നടക്കും. 9 മണിക്ക് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടികൾ പുറപ്പെടും. മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരി 15-ന് രാവിലെ 8:30-ന് വഴിപാട് കാവടികളുടെയും ആട്ടക്കാവടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്ര ആരംഭിക്കും. 11:30-ന് കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് കാവടി അഭിഷേകവും മഹാപ്രസാദമൂട്ടും നടക്കും. വൈകിട്ട് 4:30-ന് കിഴക്കും ഭാഗത്തു നിന്നും താലപ്പൊലി ജംഗ്ഷനിൽ നിന്നുമുള്ള ഘോഷയാത്രകൾ ആരംഭിക്കും. 5 മണിക്ക് ക്ഷേത്രക്കടവിലെ ശ്രീ മൂകാംബിക സന്നിധിയിൽ നിന്നുള്ള ഘോഷയാത്ര ആരംഭിക്കും. 6:15-ന് ഭസ്മക്കാവടി അഭിഷേകവും 6:30-ന് വിശേഷാൽ ദീപാരാധനയും പ്രദക്ഷിണവും നടക്കും. 6 മണി മുതൽ വേദിയിൽ കാഞ്ഞിരമറ്റം അർദ്ധനാരീശ്വര അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി നടക്കും. തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഈ മാസം 15-ാം തീയതി ഞായറാഴ്ച ശിവരാത്രി നമ്മൾ തലേദിവസം കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച കാവടികൾ തൊടുപുഴ ക്ഷേത്രത്തിൽ രാത്രിയിൽ വരികയും ഞായറാഴ്ച രാവിലെ 8:30-ന് തന്നെ തൊടുപുഴ ക്ഷേത്രത്തിൽ നിന്നും ആട്ടക്കാവടികളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും ചെണ്ടമേളവും മറ്റ് വാദ്യമേളങ്ങളും ഒക്കെ അകമ്പടിയായി തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര പുറപ്പെടുകയാണ്. മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കാഞ്ഞിരമറ്റം മാരിക്കലിംഗ് പാലം പൂർത്തീകരിക്കുകയും ബൈപ്പാസ് റോഡ് അതിനനുബന്ധിച്ചുള്ള റോഡ് ഏറെക്കുറെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് താൽക്കാലികമായിട്ട്. അപ്പോൾ കാഞ്ഞിരമറ്റം റോട്ടിൽ കൂടി വരുന്ന വാഹനങ്ങൾ അതേ റോട്ടിൽ കൂടി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരുന്ന അവസ്ഥ, ഭയങ്കര തിക്കും തിരക്കും ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ പ്രാവശ്യം ശിവരാത്രിക്ക് കാഞ്ഞിരമറ്റം റോട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മാരിക്കലിംഗ് പാലത്തിൽ കൂടി പട്ടണത്തിലേക്ക് തിരിച്ചു വിടുന്ന ഒരു വൺ വേ സിസ്റ്റം ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് കാഞ്ഞിരമറ്റം തെക്കുംഭാഗം റോഡിലെ ശിവരാത്രി നാളിലെ അഭൂതപൂർവമായ തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാവടി ഘോഷയാത്ര 11 മണിക്ക് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ കാവടി പൂജ, ഒപ്പം തന്നെ അന്ന് ശിവരാത്രി ദിവസം വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ട് ക്ഷേത്രത്തിൻ്റെ ഹാളിൽ ഉണ്ടാകും. വൈകിട്ട് ഭസ്മക്കാവടി ഘോഷയാത്രയാണ്. അത് പരമ്പരാഗതമായി ക്ഷേത്രത്തിൻ്റെ കടവിൽ നിന്ന് ഭസ്മക്കാവടി പൂജിച്ച് മാരിക്കലിംഗ് പാലത്തിന് സമീപം മെയിൻ റോഡിൻ്റെ ഭാഗത്ത് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള പന്തലിൽ വന്ന് അവിടെ നിന്നാണ് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് TS രാജൻ, സെക്രട്ടറി PG രാജശേഖരൻ, ഖജാൻജി KS വിജയൻ, ജോയിന്റ് സെക്രട്ടറി S ശ്രീകാന്ത്, ഉത്സവ കമ്മിറ്റി കൺവീനർ VA സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് ഫെബ്രുവരി 13-ന് നടക്കുമെന്ന് മദർ സിസ്റ്റർ ലിസ CSN അറിയിച്ചു. തൊടുപുഴ വിമലാലയം കോൺവെന്റിന് സമീപമാണ് CSN സിസ്റ്റേഴ്സിന്റെ പുതിയ ഭവനം. വെള്ളിയാഴ്ച രാവിലെ 11-ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് നിർവഹിക്കും. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് ഫെബ്രുവരി 13-ന് നടക്കുമെന്ന് മദർ സിസ്റ്റർ ലിസ CSN അറിയിച്ചു. തൊടുപുഴ വിമലാലയം കോൺവെന്റിന് സമീപമാണ് CSN സിസ്റ്റേഴ്സിന്റെ പുതിയ ഭവനം. 1996 ജൂലൈ 7-ാം തീയതിയാണ് തൊടുപുഴയിൽ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ ഭവനം സ്റ്റഡി ഹൗസായി ആരംഭിച്ചത്. താമസിച്ചിരുന്ന ഭവനം ചെറുതായിരുന്നതിനാലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാലുമാണ് പുതിയ ഭവനം നിർമ്മിച്ചതെന്ന് മദർ സിസ്റ്റർ ലിസ പറഞ്ഞു. കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ ശാഖാഭവനം 1996 ജൂലൈ 7-ാം തീയതി തൊടുപുഴയിൽ ആരംഭിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് എന്ന ഈ ഭവനം ഒരു സ്റ്റഡി ഹൗസ് ആയിട്ടാണ് ആരംഭിച്ചത്. എന്നാൽ ഈ മഠം അന്നു മുതൽ
സിസ്റ്റേഴ്സ് ഇടവകയിൽ സജീവമായി പ്രവർത്തനം കാഴ്ചവെച്ചു. തൊടുപുഴയുടെ തിലകക്കുറിയായി ശോഭിച്ചിരുന്ന ഡീപോൾ സ്കൂളിലും നസറത്ത് സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിച്ചിരുന്നു. എന്നാൽ താമസിച്ചിരുന്ന ഭവനം ചെറുതായിരുന്നതിനാലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാലും പുതിയ ഒരു ഭവനം നിർമ്മിച്ചു. അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നാളെ 11 AM മാർ ജോർജ് മടത്തിക്കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. ഇടവക കൂട്ടായ്മകളിലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടവക വികാരി അച്ഛനോട് ചേർന്ന് സഹകരിച്ച് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുകയും സഹകരിക്കുകയും അങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാറ്റഗിസം പഠിപ്പിക്കുവാൻ പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് പോകുന്നുണ്ട്. പിന്നെ അൾത്താര ശുശ്രൂഷയ്ക്കായും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൊയർ ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ട് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് കോതമംഗലം രൂപതയിലുള്ള രാമല്ലൂർ എന്ന ഭവനത്തിലാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ മദർ സിസ്റ്റർ ലിൻസിയാണ്. പിന്നെ ഞങ്ങളുടെ ജനറലേറ്റ് ആലുവ ചൂണ്ടി എന്ന സ്ഥലത്താണ് മദർ ജനറലിൻ്റെ ആസ്ഥാനം. അവിടെയാണ് ഞങ്ങളുടെ ജനറലേറ്റ്. പിന്നെ ഞങ്ങളുടെ സഭയിൽ 3 പ്രൊവിൻസുകളാണ് ഉള്ളത്. ഒന്ന് മിഷൻ പ്രൊവിൻസ്, ഒന്ന് എറണാകുളം, ഒന്ന് കോതമംഗലം. ഇങ്ങനെ 3 രൂപതകളാണ്, 3 പ്രൊവിൻസുകളാണുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷിതത്വമാണ് മെയിനായിട്ടും ചെയ്യുന്നത്. അതിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. സ്കൂള്, ആശുപത്രി, അങ്ങനെയുള്ള അനാഥാലയങ്ങൾ, പിന്നെ എന്തെങ്കിലും സഹായ സഹകരണങ്ങളും, പിന്നെ ആശുപത്രിയുടെ രീതിയിൽ ഈ ചേരികളിലൊക്കെ പോയി അങ്ങനത്തെ ക്യാമ്പുകൾ നടത്തുക, അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക, ഈ അനാഥ ശിശുക്കളെ ഒക്കെ എടുക്കുക. പിന്നെ ആർക്കും വേണ്ടാത്ത പിന്നെ അമ്മമാരൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള അങ്ങനെ മറ്റുള്ള തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന. പിന്നെ നമ്മുടെ കോതമംഗലത്ത് അയരൂപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്. അവിടെ ആശുപത്രിയിൽ ആണുങ്ങൾ ഇപ്പം ചികിത്സ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാത്തവരെ നമ്മളവിടെ കുറേ കാലത്തേക്ക് നോക്കുന്നുണ്ട്. ചിലർ നമുക്ക് പേ ചെയ്യും, ചിലർ ചെയ്യുകയില്ല. അവരെ നമ്മൾ ആ തുക നമ്മൾ വഹിച്ചുകൊണ്ട് അവരെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അവിടെ 45-ൽ കൂടുതൽ സ്ത്രീകളുണ്ട്. അവരെ ആണേലും പിന്നെ വളരെ ചുരുക്കം പേരെ വീട്ടിലൊക്കെ കൊണ്ടുപോകുള്ളൂ. ചിലരെ നീ വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ നമ്മളോട് ഒരാഴ്ചത്തിനുള്ള മെഡിസിനും മേടിച്ചുകൊണ്ട് പോയാലും 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് തിരിച്ച് തന്നെ ഉണ്ടാകും. കാരണം വീട്ടിലവർക്ക് അവരെ നോക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ അത്രയും പ്രശ്നമില്ല. കാരണം അവർ എന്നാന്നറിയില്ല, കുറച്ചുകൂടെ ഒരു സ്വസ്ഥമാകുന്നുണ്ട്. മെഡിസിൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുത്താൽ പോലും അവർക്ക് അത് പറ്റുന്നില്ല. പിന്നെ പൂവത്തോടുണ്ട്, അവിടെയും ഇങ്ങനെ അനാഥമന്ദിരം എന്ന് പറയുമ്പോൾ ഇച്ചിരി പാടില്ലാത്തവരെ നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ത്രീകളെയൊക്കെ കുറച്ച് പേര് നോക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11-ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് നിർവഹിക്കും. വിജ്ഞാനമാത പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴ ഭവനത്തിലെ സിസ്റ്റേഴ്സ് പ്രധാനമായും വിജ്ഞാനമാത ഇടവകയിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയാള ഭാഷാ പഠനം ലളിതമാക്കുവാൻ ലളിതം മലയാളം 51 അക്ഷരങ്ങളിലൂടെ എന്ന പേരിൽ പുസ്തകം പ്രകാശനം ചെയ്തു. ഗുരുശ്രേഷ്ഠ ജേതാവ് NR അമ്മിണിയാണ് പുസ്തകം ചിട്ടപ്പെടുത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ വരെ മലയാളം പഠിപ്പിക്കുവാൻ കഴിഞ്ഞതിന്റെ പിൻബലത്തിലാണ് പുസ്തകം പ്രകാശനം ചെയ്തതെന്ന് അമ്മിണി ടീച്ചർ പറയുന്നു. കേരളത്തിന്റെ മാതൃഭാഷയായ മലയാളം കൃത്യമായി പഠിക്കാൻ ഒരു ലളിത രീതി അവലംബിക്കുകയാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് NR അമ്മിണി. അക്ഷരത്തിന് പ്രാധാന്യമുള്ള രീതിയിൽ എളുപ്പത്തിൽ പഠിക്കാമെന്നതുകൊണ്ടാണ് അക്ഷരത്തിന് പ്രാധാന്യമുള്ള രീതിയിൽ പുസ്തകം ചിട്ടപ്പെടുത്തിയത്. കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാൻ കഴിയും. ഇതിനകത്ത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ ചെറിയ, അതായത് വ്യഞ്ജനാക്ഷരങ്ങളിൽ ലാസ്റ്റ് അവസാന അക്ഷരങ്ങളായ ര, ര, ത, ആ, ല, വ, ശ, ആ അക്ഷരങ്ങളിലൂടെയാണ് ആദ്യം നമ്മൾ തുടക്കമിടുന്നത്. അങ്ങനെ ഏതാണ്ട് 43 പാഠങ്ങളായിട്ട് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ലളിതം മലയാളം എന്ന ഈ പുസ്തകം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മാസം കൊണ്ട് തന്നെ അധ്യാപകർക്കെന്നല്ല, വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും നല്ല ഭംഗിയോടുകൂടി കുട്ടികൾക്ക് മലയാള അക്ഷരം പഠനം ഹൃദിസ്ഥമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഓരോ അക്ഷരങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം, അതിൻ്റെ സംസാരങ്ങൾക്ക് ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അത് എവിടെയൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, ഏതൊക്കെ ശബ്ദങ്ങൾ
അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുവാൻ ഈ രീതി കൊണ്ട് കഴിഞ്ഞുവെന്നും ടീച്ചർ പറയുന്നു. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ഇത് പ്രകാശനം ചെയ്തത് ഇപ്പോഴാണെങ്കിൽ കൂടി ജനുവരി 23 തീയതിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എങ്കിൽ കൂടിയും 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുസ്തകം എൻ്റെ കയ്യിൽ അതിൻ്റെ മാതൃക കയ്യിൽ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പുസ്തകം വെച്ച് തന്നെ ഒരു 3-4 കുട്ടികളെ, പ്രദേശത്തുള്ള കുട്ടികളെ, ആ കൂടെ തന്നെയാണ് നമുക്ക് അതിഥി തൊഴിലാളിയായ രക്ഷിതാവിൻ്റെ ഒരു കുട്ടിയും കൂടെ പഠിപ്പിക്കാനിടയായി. അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ വളരെ മെച്ചമായിട്ട് തന്നെ മലയാളം പഠിച്ചു, അക്ഷരം പഠിച്ചു. മലയാളം പഠിച്ചു എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിൽ, മലയാളം അക്ഷര പഠനം ആ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു എന്നുള്ളത് എനിക്കൊരു തെളിവായിട്ട് തന്നെയുണ്ട്. ഇതുകൂടാതെ ഓർമ്മകൾ ഒരു പിടി ഓർമ്മകൾ എന്നൊരു കൃതി കൂടി ടീച്ചർ രചിച്ചിട്ടുണ്ട്. 31 വർഷത്തെ അധ്യാപക ജോലിയിലെ ഓർമ്മകളാണ് കൃതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 31 വർഷ സർവീസ് കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന, എന്നോട് സഹകരിച്ചവർ, ഞാൻ പോയ വിദ്യാലയങ്ങൾ, അവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ആ വിദ്യാലയത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഓർമ്മകൾ, ഒരു പിടി ഓർമ്മകൾ. അതിൽ കുറേ നല്ല കാര്യങ്ങൾ കുറേ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൊതുവിദ്യാലയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, മാതൃഭാഷാ ബോധനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പരിസ്ഥിതി സൗഹാർദ്ദമായ കാര്യങ്ങളെക്കുറിച്ച്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡൽഹി യാത്രാ വിവരണം ഡൽഹിയിലെ യാത്രയ്ക്ക് ഒന്ന് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡൽഹി യാത്രയെക്കുറിച്ചുള്ള കുറേ ഓർമ്മകൾ, അങ്ങനെ ആ കാലയളവിൽ കുറേ അധികം ഓർമ്മകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് രേഖപ്പെടുത്തിയാൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഓർമ്മകൾ, ഒരു പിടി ഓർമ്മകൾ എന്നത്. തൊടുപുഴ മണക്കാട് സ്ഥിരതാമസമാക്കിയ അമ്മണി ടീച്ചറിന്റെ ഭർത്താവ് AS ഹരിദാസ് റിട്ടയർഡ് SI ആണ്. ഹണിമോൾ, ഹിമ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറപ്പുഴ സെന്റ് ജോസഫ്സ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും സ്കൂൾ വാർഷികവും വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിൻസി T. ജോസ് സ്വാഗതം ആശംസിച്ചു. കോതമംഗലം രൂപത DFC ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം ജൂബിലി സന്ദേശം നൽകി. പാറപ്പുഴ സെന്റ് ജോസഫ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും സ്കൂൾ വാർഷികവും വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഞാനിങ്ങനെ സ്കൂളിലേക്ക്, LP സ്കൂളിലേക്ക് വാർഷികത്തിന് ജിൻസി ടീച്ചർ വിളിച്ചപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഈ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എന്നെ പറഞ്ഞു, ഇപ്പോഴും എല്ലാവരും ഓരോ മത്സരം, കളികൾ, ഡാൻസ്, പാട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ കുട്ടികളിൽ ഈ കുരുന്നിൻ്റെ മനസ്സിലേക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ ഗാനം പാടിയിട്ട്, ഞാൻ വലിയ സംഗീതം പഠിച്ചയാളോ അല്ല എങ്കിലും, ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നോ പണ്ടിളം മൂളം കൂട്ടിൽ. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിൻസി T. ജോസ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കുടി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോതമംഗലം രൂപത DFC ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം ജൂബിലി സന്ദേശം നൽകി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി പ്രതിഭകളെ ആദരിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി തങ്കപ്പൻ സമ്മാനദാനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെർലി റോബി എൻഡോമെന്റ് വിതരണം നടത്തി. വാർഡ് മെമ്പർ ബിന്ദു സിജി പ്രൊവിഷ്യൻസി പ്രൈസ് വിതരണം ചെയ്തു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജോർജ് EP, റിട്ടയർഡ് തഹസിൽദാർ ജോയ് ജോസഫ്, PTA പ്രസിഡന്റ് നോയൽ ജോസ്, MPTA പ്രസിഡന്റ് ബീന സേവ്യർ എന്നിവർ ആശംസ നേർന്നു. സ്കൂൾ ലീഡർ നിമിയ ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി.
തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കോട്ടപ്പാറ മലനിരകളിൽ തീ പടർന്നു. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം കത്തിനശിച്ചു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി. ഇതിനിടയിൽ തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി. ഇതോടെ വളരെ പെട്ടെന്ന് തന്നെ കൃഷിയിടങ്ങളിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു. കൊടുംചൂടിൽ ഉണങ്ങി നിന്ന പുൽനാമ്പുകൾക്ക് സ്വയം തീ പിടിച്ചതാകാമെന്നാണ് നിഗമനം. കോട്ടപ്പാറ മലനിരകളിൽ തീ പടർന്നു. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം കത്തിനശിച്ചു. വ്യാഴാഴ്ച പകൽ 11-നാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി. ഇതിനിടയിൽ തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി. ഇതോടെ വേഗം കൃഷിയിടങ്ങളിലെ തീ അണയ്ക്കാൻ സാധിച്ചു. അതിനാൽ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് തീ പടരാതെ അണയ്ക്കുവാനായി. കൊടുംചൂടിൽ ഉണങ്ങി നിന്ന പുൽനാമ്പുകൾക്ക് സ്വയം തീ പിടിച്ചതാകാമെന്നാണ് നിഗമനം. കോട്ടപ്പാറ മലനിരകൾക്ക് സമീപത്തെ ഊറ്റുകണ്ണി ജനവാസ മേഖലയിലേക്കും തീ പടർന്നു. വിളക്കുപാടത്ത് ജിഷ അശോകൻ, ചന്ദ്രൻ ചാമക്കാലായിൽ, പ്രമോദ് ഉൾപ്പെടെ 4 കുടുംബങ്ങളുടെ പുരയിടത്തിലേക്കാണ് തീ പടർന്നത്. കോട്ടപ്പാറ വനമേഖലയിൽ മുൾപടർപ്പും ഇല്ലികളും മരങ്ങളും ഉൾപ്പെടെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് തീ പടരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ദേശീയ പണിമുടക്ക് വണ്ണപ്പുറത്ത് പൂർണ്ണം. അവശ്യ സർവീസുകൾ ഒഴികെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ടാക്സികൾ, പൊതുഗതാഗതം എന്നിവ പണിമുടക്കിന്റെ ഭാഗമായി. രാഷ്ട്രീയ പാർട്ടികൾ ടൗണിൽ പ്രകടനം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ പണിമുടക്ക് പൂർണ്ണം. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു.
LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേര് നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ജോസ് കെ മാണി MP പ്രസംഗിച്ചതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പണിമുടക്ക് ദിവസം CPM ഏരിയ സെക്രട്ടറിയുടെ കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ്. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് പണിമുടക്ക് ദിവസമായ ഇന്ന് ടാറിംഗ് ജോലികൾ തകൃതിയായി നടന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ന് അരനൂറ്റാണ്ട്. മനുഷ്യശക്തി കൊണ്ട് മഹാവിസ്മയം പകരുന്ന ഇത്തരത്തിലുള്ള നിർമ്മിതി അപൂർവമാണ്. SIR നടപ്പാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.